കെ ഫോൺ കരാറിനെതിരായ ഹർജിയിൽ പ്രതിപക്ഷ നേതാവിന് വിമർശനം. സംസ്ഥാന സർക്കാരിൻ്റെ കെ ഫോൺ പദ്ധതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ഹർജി ഫയലിൽ സ്വീകരിക്കാതെ ഹൈക്കോടതി. അതേസമയം ഹർജിയിൽ നിലപാട് അറിയിക്കണമെന്ന് കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. VD സതീശൻ്റെ ഹർജി പൊതു താൽപ്പര്യമല്ലെന്നും പബ്ലിസിറ്റി ഇൻട്രസ്റ്റാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. 2019 ആരംഭിച്ച പദ്ധതിക്കെതിരെ എന്തുകൊണ്ടാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചത് എന്ന് കോടതി ചോദിച്ചു. കെ ഫോൺ AI ക്യാമറ ഹർജികൾ ഒരുമിച്ച് പരിഗണിക്കണം എന്ന ആവശ്യവും കോടതി തള്ളി. CAG റിപ്പോർട്ട് ലഭിച്ചിട്ട് ബാക്കി തെളിവുകൾ ഹാജരാക്കാമെന്നും ഹർജിക്കാരൻ അറിയിച്ചു. അതോടെ അത് ലഭിച്ചിട്ട് വന്നാൽ പോരെ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ജസ്റ്റിസ് VG അരുണിൻ്റേതാണ് നടപടി. അതേസമയം ഹർജി 3 ആഴ്ച കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. കെ ഫോൺ പദ്ധതിക്ക് കരാർ നൽകിയതിലും ഉപകരാർ നൽകിയതിലും വലിയ അഴിമതി ഉണ്ടെന്നാണ് VD സതീശൻ്റെ ഹർജിയിൽ ആരോപിക്കുന്നത്. സർക്കാർ ഉത്തരവുകൾക്ക് വിരുദ്ധമായാണ് ബെൽ കൺസോർഷ്യത്തിന് കരാർ നൽകിയത്. എല്ലാ ടെൻഡറുകളുടെയും ഗുണഭോക്താവ് SRIT ആണെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. സർക്കാരിനെ നിയന്ത്രിക്കുന്നവർ പകരക്കാരെ വച്ച് കരാറുകൾ വീതം വയ്ക്കുകയായിരുന്നു. അധികാരത്തിലിരിക്കുന്നയാളുമായി ഏറ്റവും അടുപ്പമുള്ള കമ്പനിക്കാണ് കരാർ ലഭിച്ചത്. കരാർ ജോലികളും സാമ്പത്തിക ലാഭവും ഈ കമ്പനി മറ്റൊരു കമ്പനിക്കായി വഴിമാറ്റി. AI ക്യാമറ പദ്ധതിയിൽ നടന്ന രീതിയിലുള്ള തട്ടിപ്പും അഴിമതിയുമാണ് ഈ ഇടപാടുകളിലും നടന്നിരിക്കുന്നതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ശാസ്ത്രീയമായി എങ്ങനെ അഴിമതി നടത്താമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെ ഫോണെന്നും VD സതീശൻ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു.